ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കി ഹാജിമാർ മിനായോട് വിട പറഞ്ഞു. ഇന്ന് ജംറയിലെ കല്ലേറ് കർമ്മം പൂർത്തിയാക്കിയാണ് ഹാജിമാർ മിനായോട് വിട പറഞ്ഞത്. 6 നാൾ നീണ്ട ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇതോടെ സമാപനമായി. മലയാളി ഹാജിമാരുടെ മദീന സന്ദർശനത്തിന് ഈ മാസം 23-ന് തുടക്കമാകും. സ്വകാര്യ ഗ്രൂപ്പിലെ ഹാജിമാർ ഈ മാസം 22 മുതലാണ് നാട്ടിലേക്ക് മടങ്ങുക. അങ്ങനെ വിശ്വാസികൾ പങ്കെടുത്ത വിശ്വമഹാസംഗമത്തിന് തിരശ്ശീല വീണു. പരസ്പരം ആശ്ലേഷിച്ചും സ്നേഹം പങ്കുവെച്ചും തീർത്ഥാടകർ മിനായോട് വിട പറഞ്ഞു. ലോകത്തിന്റെ ഏത് കോണിലായിരുന്നാലും ദേശവർഗ വർണ്ണ ശ്രേണി ഭേദമന്യേ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന പ്രഖ്യാപനം കൂടിയായിരുന്നു ഹജ്ജ് കാലം. വരും കാലം നേരിലും നന്മയിലും ആയിരിക്കുമെന്ന് ഓരോ ഹാജിയും ദൃഢപ്രതിജ്ഞ ചെയ്തു. ഒരു ബുദ്ധിമുട്ടോ വിഷമോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വളരെ സന്തോഷത്തിലാണ്. പിന്നെ നമ്മുടെ പ്രാർത്ഥന അനുസരിച്ച് കുറച്ചൊക്കെ ക്ഷീണം തോന്നുക എന്നുള്ളതല്ലാതെ വേറൊന്നുമില്ല. ചെറുപ്പക്കാരും കുട്ടികളും പ്രായമേറിയവരും മിനായോട് ഇന്ന് സൂര്യാസ്തമയത്തിന് മുന്നേ വിട പറഞ്ഞു. 18 ലക്ഷത്തിലേറെ പേർ പങ്കെടുത്ത ഹജ്ജിൽ 1.25 ലക്ഷമായിരുന്നു ഇന്ത്യക്കാർ. അതിൽ 18,000-ഓളം പേരായിരുന്നു മലയാളികൾ. ഭൂരിഭാഗം ഹാജിമാരും ഇന്നലെ മടങ്ങിയിരുന്നു. ബാക്കിയുള്ള ഹാജിമാരാണ് ഇന്ന് വിട വാങ്ങിയത്. ഇനി മക്കയിൽ നിന്നും മടങ്ങുന്നതിന് മുന്നോടിയായി കഅബക്കരികിലുള്ള തവാഫാണ് തീർത്ഥാടകർക്ക് ബാക്കിയുണ്ടാവുക. ഇപ്പോൾ റൂമിലേക്ക് പോവാണ്. അൽഹംദുലില്ലാഹ്, ഇനി തവാഫും കൂടി ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ കർമ്മങ്ങളൊക്കെ പൂർത്തിയാവും. ഇൻഷാ അല്ലാഹ് പിന്നീട് നാട്ടിലേക്ക് യാത്ര തിരിക്കും. മലയാളികൾ ഉൾപ്പെടെ ഇന്ത്യൻ ഹാജിമാർ അസീസിയയിലെ താമസ കേന്ദ്രങ്ങളിലേക്കാണ് തിരിച്ചെത്തിയത്. എല്ലാവരും മക്കയിൽ നിന്ന് മടങ്ങും മുമ്പേ തവാഫ് പൂർത്തിയാക്കും. ഇന്ത്യൻ ഹാജിമാരുടെ മടക്കയാത്ര ജൂൺ 22-ന് ജിദ്ദ വഴി ആരംഭിക്കും. 2000-ഓളം ഹാജിമാരാണ് ആദ്യ ദിനത്തിൽ പുറപ്പെടുക. ഡൽഹി, കൊൽക്കത്ത, ലക്നൗ, ശ്രീനഗർ എന്നിവിടങ്ങളിലേക്കാകും ആദ്യ സംഘം മടങ്ങുക. ജിദ്ദ വഴി എത്തിയ ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെ മലയാളികൾ ഉൾപ്പെടെ ഹാജിമാർക്ക് ഇനി മദീന സന്ദർശനം പൂർത്തിയാക്കാനുണ്ട്. ഇതിനായി തീർത്ഥാടകർ ഈ മാസം 22-ന് മദീനയിലേക്ക് പുറപ്പെടും. കുറച്ചേറെ ബുദ്ധിമുട്ടിയാണെങ്കിലും ചൂടൊക്കെ സഹിച്ചാണെങ്കിലും ഇതുവരെ കഴിഞ്ഞു. 8 ദിവസത്തെ മദീന സന്ദർശനം പൂർത്തിയാക്കി മദീന വഴിയാണ് മലയാളികൾ നാട്ടിലേക്ക് പോവുക. ഹജ്ജിനിടെ ഒറ്റപ്പെട്ട് കാണാതായ ചില ഹാജിമാർക്കായി ആശുപത്രികളിലും പുറത്തും പരിശോധന തുടരുകയാണ്. വിവിധ ഗ്രൂപ്പുകളിലേക്ക് പല സ്ഥലങ്ങളിൽ വിസായി കിടക്കുകയാണ്. കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ആ ഒരു മാനസികവശം മുഴുവൻ ഗ്രൂപ്പുകളിലും എല്ലാ ഗ്രൂപ്പുകളിലും ആ ഒരു മാനസിക പ്രയാസം നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കയിലെ താമസ സ്ഥലമായ അസീസിയയിലാണ് ഹാജിമാർ ഇനി താമസിക്കുന്നത്. ഇവിടെ നിന്നും ഹറമിലേക്കും തിരിച്ചുമുള്ള ഇന്ത്യൻ ഹജ്ജ് മിഷൻ ഒരുക്കുന്ന ഷട്ടിൽ ബസ് സർവീസ് വെള്ളിയാഴ്ച വൈകുന്നേരം മുതൽ പുനരാരംഭിക്കും. ഇതുവഴി ഹറമിലേക്ക് പോകാൻ ഹാജിമാർക്ക് സാധിക്കും. ജൂൺ 22-ന് നാട്ടിലേക്ക് മടങ്ങുന്ന ഹാജിമാർക്ക് വിടവാങ്ങൽ തവാഫിന് പ്രത്യേകം ബസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തവാഫ് കർമ്മത്തിനായി ഹാജിമാർ കഅബക്കരിയിലേക്ക് നീങ്ങും. അത് കഴിഞ്ഞ് നാട്ടിലേക്കുള്ള മടക്കമാണ്. ഒരു ഹജ്ജ് കാലം കൂടി ഇവിടെ പൂർത്തിയാവുകയാണ്. മക്കയിൽ നിന്നും സാബിത് സലീം, മീഡിയ 1.